ഈ ഹിപ്നോട്ടിസം ഇത് മാജിക് ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലായിട്ട് എല്ലാവരും ഒരുപോലെ അല്ല ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒരു കൊളാബറേറ്റീവ് പ്രോസസ്സാണ് ഹിപ്നോട്ടിസം. സജഷൻ സ്വീകരിക്കാൻ തയ്യാറുള്ളവരെയാണ് നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്യുന്നത്. എന്നിട്ട് അവർക്ക് ക്ലിയർ ആയിട്ട് സജഷൻ കൊടുക്കുന്നു. ഇതാ നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റില്ല. ഇപ്പോൾ 10 പേരുണ്ടെന്ന് വിചാരിക്കാം. ഈ 10 ചിലപ്പോൾ 5 പേര് കാണുന്നുണ്ടാവും, 5 പേര് കാണുന്നുണ്ടാവില്ല. അങ്ങനെയും വരാട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഈ ഹിപ്നോട്ടിസം ഇത് മാജിക് ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലായിട്ട് എല്ലാവരും ഒരുപോലെ അല്ല ഇത് എക്സ്പീരിയൻസ് ചെയ്യുക. അതിന് ടെക്നിക്കലി നമ്മൾ പറയുക സജസ്റ്റിബിലിറ്റി എന്നുള്ളൊരു ടൈമാണ്. അപ്പോൾ നല്ല സജസ്റ്റിബിലിറ്റി ഉള്ളവർക്ക് പെട്ടെന്ന് സജഷൻ സ്വീകരിക്കാൻ പറ്റും. അത് ഇൻവിസിബിൾ ആണെങ്കിൽ ഇൻവിസിബിൾ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അല്ല മറ്റെന്തെങ്കിലും ഒരാളെ കാണുന്ന പറയുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഫീൽ ചെയ്യും. ഒരു ഭൂതപ്രേത ബാധ ഒഴിപ്പിക്കാന്ന് പറഞ്ഞ ഒരാൾ ഇരിക്കുകയാണെങ്കിൽ ആള് ഹിപ്നോട്ടിസം ഉപയോഗിച്ച് ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞത്. അതല്ലാണ്ട് ഒരു സിദ്ധനാണ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ദാറ്റ് ഇസ് ഡിഫറെന്റ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സാഹചര്യം ഒരുക്കി കൊടുത്ത് സജഷൻസ് കൊടുത്ത് അങ്ങോട്ട് എത്തിക്കാൻ പറ്റും അല്ലെ ഒരു ട്രെയിൻഡ് ആൾക്ക്. അതെ അതെ അതെ. മാജിക്കൽ ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞ കുറേ പരിപാടികൾ നടക്കുന്നുണ്ടല്ലോ. അതിലൊക്കെ ആക്ച്വലി ചെയ്യുന്നത് പ്രീ സെറ്റ് ചെയ്ത കുറച്ച് ആക്ടേഴ്സ് വേണം. ഈ ആക്ടേഴ്സ് വീഴാനും തുള്ളാനും ഒക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് ഹിപ്നോട്ടിസം ഉണ്ടാവും. അത് പിന്നെ ഉറങ്ങണമെന്നില്ല, ഉറക്കം കണ്ണടക്കണം എന്നൊന്നുമില്ല ഹിപ്നോട്ടൈസ്ഡ് ആവാൻ. അപ്പോൾ ആ സജഷൻ വെച്ച് കുറേ പേർക്ക് വർക്ക് ചെയ്യും. അപ്പോൾ ചിലർക്ക് ഈ സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ റിലീഫ് കിട്ടിയെന്ന് വരും. അപ്പോൾ അവർ പറയും അയ്യോ എന്തോ ദിവ്യത്വം,